ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തിനെ പറ്റിയിട്ടാണെന്നുള്ളത് കാര്യം, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നുള്ള കാര്യം എൻ്റെ വീഡിയോൻ്റെ തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇപ്പം ഒരു ദിവസമായിട്ട് ഇന്നലെ തൊട്ട് തുടങ്ങിയിട്ടുള്ള ന്യൂസാണ്. ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത് അച്ഛൻ സമാധിയായി, പത്മാസനത്തിൻ്റെ സമാധിയായി, മകനാണ് സമാധിൻ്റെ ചടങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ള ആ ഒരു ന്യൂസും കാര്യങ്ങളും റിപ്പോർട്ട് ഇങ്ങനെ ഇപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ വൈറലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ആൾ പറയുന്നത് മകനാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ മുന്നിലൊക്കെ മകനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, ഇളയ മകനാണ്. അപ്പോൾ ഇയാളുടെ അച്ഛൻ എന്ന് പറയുന്നത് അമ്പലത്തിലെ പൂജാരിയാണ്, അവരുടെ കുടുംബക്ഷേത്രത്തിൽ പൂജയൊക്കെ നടത്തി വരുന്ന ഒരു പൂജാരിയാണ്. അപ്പോൾ ഈ ഒരു അച്ഛൻ എന്ന് പറയുന്ന ആൾ ഒരു അമ്പലത്തിൽ അവരുടെ കുടുംബക്ഷേത്രത്തിൽ തന്നെ പൂജാരിയായിരുന്നു. അവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആൾക്ക് ബിപിൻ്റെ ഷുഗറിൻ്റെ ഒക്കെ ഗുളികയൊക്കെ കുടിക്കാനുണ്ടായിരുന്നു. അപ്പം ബിപിൻ്റെ ഗുളിക കുടിക്കാനുണ്ട്, അത് കുടിച്ചു. അതിനുശേഷം ഷുഗറിൻ്റെ ഇൻസുലിൻ കുത്താനുണ്ടായിരുന്നു, ഇൻസുലിൻ കുത്തി ശേഷം കഞ്ഞിയൊക്കെ കുടിച്ചു. ആൾ തന്നെ പറഞ്ഞു, എനിക്ക് ഞാൻ സമാധിയാവാൻ സമയമായി, അതായത് മരിക്കാൻ സമയമായിരുന്നുണ്ട്. സമാധി എന്ന് പറഞ്ഞാൽ സമയമായി എന്ന് പറഞ്ഞിട്ട് ആൾ തന്നെ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പറമ്പിലുള്ളൊരു സംഭവത്തിൽ അവിടെ പോയിരുന്നു. അവിടെ വെച്ചിട്ട് പത്മാസനത്തിലിരുന്നു. 11 മണിക്ക് ശേഷം ആൾ സമാധിയായി എന്നൊക്കെയാണ്. അച്ഛൻ സമാധിയായി, അതിനുശേഷം മകൻ ചടങ്ങുകളൊക്കെ ചെയ്തു, സമാധിക്ക് ശേഷമുള്ള ചടങ്ങുകളൊക്കെ മകൻ ചെയ്തു എന്നൊക്കെയാണ് ഈ ഒരു ന്യൂസിൽ ആൾ പറയുന്നത്. അതായത് ഈ ഒരു മകൻ തന്നെയാണ് ഇതിനെ പറ്റിയുള്ള വിശദ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മൾക്കും കിളി പോകും. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന അവിടെയുള്ള റിപ്പോർട്ടർമാർക്ക് ശരിക്കും പറഞ്ഞാൽ കിളി പോകും. അത്രയും ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ് ആൾ പറഞ്ഞു വെക്കുന്നത്. സാധാരണ നമുക്ക് ഒരാളുടെ മരണവാർത്ത കേട്ടാൽ അതിപ്പോൾ ആരാണെങ്കിലും, അറിയുന്ന ആൾക്കാരായിരിക്കണമെന്നില്ല, അറിയാത്ത ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് സാധാരണ ഒരു സങ്കടം വരും. ഉള്ളതെന്ന് എവിടെയോ അറിയാത്ത ഒരാളാണെങ്കിൽ പോലും ഒരു സങ്കടം വരും. പക്ഷേ ഈ ഒരു മരണത്തിൻ്റെ ഈ ഒരു ന്യൂസ് കണ്ട ടൈമിൽ ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വന്നത്. എന്തൊക്കെയാണ് അവർ പറയുന്നത്, ശരിക്കും ഒരു ഭ്രാന്തുള്ള ഒരാളെ പോലെ തോന്നുന്നെങ്കിൽ ഇതൊക്കെ അയാളുടെ ഭ്രാന്തിൻ്റെ വഴി വിളിച്ച് പറയുന്നത് അങ്ങനെ നമുക്ക് വിചാരിക്കാമായിരുന്നു. പക്ഷേ ആളെ കണ്ടാൽ ഒരു ജെന്റിൽമാൻ ലുക്ക്, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരാൾ, അങ്ങനെ നമുക്ക് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ അയാളുടെ വായിൽ നിന്നും എന്തൊക്കെയോ ലോജിക്കില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുന്ന ടൈമിൽ നമ്മൾ തന്നെ വിചാരിക്കും, ഈശ്വര എവിടെയൊക്കെ ഒരു കിളിപോയ അവസ്ഥ. അപ്പോൾ അതിലയാൾ പറയുന്നത് അച്ഛൻ സമാധിയാവുന്നത് അച്ഛൻ മുൻപേ അറിയായിരുന്നു. ഒരാഴ്ച മുൻപ് സമാധി, അതായത് ആൾ മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുൻപ് അവരുടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് സമാധിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മ അത് തമാശയായിട്ട് എടുത്തു. പിന്നെ ആരോടും പറഞ്ഞിട്ടില്ല, പിന്നെ അത് വെറുതെ പറയുന്നതാണെന്ന് വിചാരിച്ചത്. പിന്നെ ഈ മകനോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിന്ന് സമാധിയാവും, അതായത് മരിക്കും, അത് കഴിഞ്ഞിട്ടുള്ള ചടങ്ങുകളൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ മകനെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എന്തായാലും ആളിങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്, എല്ലാം ശിവമയം, എന്തോ ശിവൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഇങ്ങനെയൊക്കെ നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും നമുക്കിത് ഈ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ കാണുന്ന ടൈമിൽ നമ്മളുടെ കിളി തന്നെ പോകും. കാരണം അത്രയും ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഈ ഒരു അച്ഛൻ പത്മാസനത്തിലിരിക്കാൻ വേണ്ടി ഏതൊരു രീതിയിലുള്ള കല്ലും കാര്യങ്ങളൊക്കെ നേരത്തെ ഓർഡർ ചെയ്തിട്ട് വരുത്തിയിട്ടുണ്ടായിരുന്നു. ആളുടെ മരണവിവരം അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ മരണവിവരം ഞാൻ ഇന്നേ ദിവസം മരിക്കും, എനിക്ക് ഇന്നേ പത്മാസനത്തിലിരുന്നിട്ട് മരിക്കണം, ബ്രഹ്മമുഹൂർത്തത്തിൽ മരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് കല്ലും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഒരിക്കലും അതൊന്നും ചിന്തിക്കാൻ, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം അങ്ങനെയല്ലല്ലോ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും നമുക്ക് ദഹിക്കില്ലല്ലോ, ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. അത് മാത്രമല്ല, എല്ലാം കൊണ്ടും വിചിത്രമായുള്ള ഒരു മരണം. ആൾക്കാരും അറിഞ്ഞില്ല, നാട്ടുകാർ പോലും അറിഞ്ഞില്ല ഈ ഒരു മരണ വിവരങ്ങളൊന്നും. ഈ ആൾ സമാധീൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു പോസ്റ്റർ ഒട്ടിച്ചു. അതായത് ആൾ ദഹിപ്പിച്ച സ്ഥലത്ത് ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ പത്മാസനത്തിൽ ഇരുന്നിട്ട് സമാധിയായ ഒരു സ്ഥലത്ത് ആളുടെ പോസ്റ്റർ ഒട്ടിച്ചു, അച്ഛൻ സമാധിയായി ഇന്ന് ഇത്രയും സമയത്തെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും അവരുടെ സ്വന്തം നാട്ടുകാർക്ക് പോലും അവരെക്കുറിച്ചൊരു നല്ലൊരു അഭിപ്രായവും മതിപ്പും കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് പോലും ഈ ഒരു നാട്ടുകാർക്ക് പോലും ഈ ഒരു മരണത്തിലും എല്ലാം ദുരൂഹതയുണ്ട് എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ്. അപ്പോൾ നാട്ടുകാർ ഇതിനെതിരെ പ്രതികരിച്ചപ്പോൾ അവരാണ് പോലീസിനെ പോലും അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനെ പറ്റിയിട്ട്, അതായത് നാട്ടുകാർക്കുള്ള ഈ ഒരു എതിർപ്പിനെ പറ്റിയിട്ട് ആൾക്ക് പറയാനുള്ളത്, അതായത് ഈ ഒരു മകന് പറയാനുള്ളൊരു കാരണം, അമ്പലത്തിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള പല പ്രശ്നങ്ങളുണ്ട്, നാട്ടുകാർ അവർക്കെതിരാണ്, അതായത് ആ ഒരു കുടുംബത്തിനെതിരാണ്. ഈ ഒരു അമ്പലം നാട്ടുകാർക്ക് വിട്ടുകൊടുക്കാത്തതിന്, അല്ലെങ്കിൽ ഈ ഒരു കുടുംബക്കാർ തന്നെ ഈ ഒരു അമ്പലം മുന്നോട്ട് പോകുന്നതിൽ ഈ ഒരു നാട്ടുകാർക്ക് എതിർപ്പുണ്ട്. അതുകൊണ്ടാണ് അവർ തങ്ങൾക്കെതിരെ പറയുന്നതിലുള്ള ഒരു അഭിപ്രായമാണ് ആ ഒരു മകൻ പറയുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തുമായിരിക്കും. അപ്പം അങ്ങനെ അതിനെ പറ്റിയിട്ടുള്ള എന്താണ് കാര്യങ്ങളെന്നൊക്കെ നമുക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. എന്തായാലും ഈ ഒരാളെ ഒരിക്കലും നിയമവും കാര്യങ്ങളൊന്നും ഒരിക്കലും വിശ്വസിക്കില്ല. അയാൾ എന്തെല്ലോ ലോജിക്കില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഉറപ്പായിട്ടും ഈ ഒരു അച്ഛൻ്റെ മരണവിവരം എന്താണ് സംഭവിച്ചത്, എല്ലാ ദുരൂഹതകളും മാറിയിട്ട് അതൊക്കെ പുറത്ത് വരുമായിരിക്കും. എന്തായാലും പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യായിരിക്കും തന്നെ നമുക്ക് പ്രതീക്ഷിക്കും. ആ ഒരു പോസ്റ്റർ കണ്ടിട്ടാണ് ആൾക്ക് ഇത് കത്തുന്നത് ആ ഒരു നാട്ടുകാർ പോലും അറിയുന്നത് ഈ ഒരു പോസ്റ്റർ കണ്ടതിന് ശേഷമാണ്. എന്തായാലും ആ ഒരു വീഡിയോ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ട ടൈമിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒന്നുകിൽ ആൾക്ക് ഭ്രാന്താണ്, അതായത് ഒരു കിളിപോയ അവസ്ഥ, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നാൾക്ക് അത്രയും ഒരു അന്ധവിശ്വാസം കാത്തു സൂക്ഷിക്കുമ്പോൾ
അല്ലെങ്കിൽ ആ ഒരു അമിതമായിട്ട് ആ ഒരു അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ട് പോയപ്പോൾ ആൾക്ക് ഭ്രാന്തായി, അല്ലെങ്കിൽ അയാൾ അച്ഛൻ എന്തോ ചെയ്തു, അത് മൂടി വെക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഒരു തത്രപ്പാട്, രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കാനാണ് സാധ്യത കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ അത്രയുള്ളൂ കേട്ടോ. അപ്പോൾ